It's me Rahul. Welcome to Rich Chart Talks. ഹൈ ഇന്ന് ഫുള്ള് നിഫ്റ്റി ഒരു സൈഡ്വേസിലായിരുന്നു അല്ലേ നമ്മുടെ മാർക്കറ്റ്. നമുക്ക് നേരെ നാളത്തെ അനാലിസിസിലോട്ട് പോകാം. 20th May. ഓക്കെ, ജസ്റ്റ് ഓപ്പൺ നമ്മൾ നിഫ്റ്റി ഓപ്പൺ ചെയ്യാം. ഓക്കെ, നിഫ്റ്റി ഞാൻ ആക്ച്വലി ഇത് നമ്മുടെ ലാസ്റ്റ് വീഡിയോ കണ്ടവർക്ക് അറിയാം. ഇത് നമ്മുടെ മേജർ ലെവൽസാണ്. ഞാൻ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ലെവൽസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ഡിസംബർ ഹൈ. ഓക്കെ, ഡിസംബർ ഹൈ. അതേപോലെ തന്നെ നമ്മുടെ അതിന് മുന്നത്തെ ഒരു ഹൈ എന്ന് വെച്ചാൽ ഒക്ടോബർ ഹൈ ആണ്. അതിൻ്റെ മുകളിൽ ഉള്ളത് സെപ്റ്റംബർ ഹൈ. ഓക്കെ, അപ്പം 25,000 ഈ ഒരു ഏരിയയിൽ വന്ന് നിഫ്റ്റിക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ നിഫ്റ്റി നമ്മൾ ഒരു ഫുള്ളി നെഗറ്റീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫുൾ നെഗറ്റീവ് എന്ന് പറയാൻ കഴിയില്ല. നിഫ്റ്റി ചിലപ്പം ഒരു പുൾ ബാക്ക് എടുത്തിട്ട് അടുത്തൊരു റാലി തരാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ താഴോട്ടുള്ള നിഫ്റ്റിയുടെ ഈ ഒരു ഏരിയ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം നിഫ്റ്റി ഒന്ന് ഒരു ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് ഒരു കൺസോൾട്ടേഷനോ ഒരു ചെറിയ ഒരു പുൾ ബാക്ക് ചെയ്തിട്ടാണ് അടുത്ത റാലി നിഫ്റ്റി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിഫ്റ്റി നമ്മൾ ഒരു റിവേഴ്സിലോട്ട് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ റിവേഴ്സ് ആയിട്ടില്ല നിഫ്റ്റി. ഓക്കെ, അപ്പം നമുക്ക് ജസ്റ്റ് നമുക്ക് നാളത്തെ ഓൾറെഡി ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നു. നാളത്തെ ഇതെല്ലാം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പം നാളെ നിഫ്റ്റിയുടെ ഒരു മൂവ്മെന്റ് നമ്മൾ എന്താ പറയുന്നത് വെച്ചാൽ, നിഫ്റ്റി ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നാളെ ഒരു ട്രേഡ് എടുക്കണം എന്ന് ഇൻ മൈ വ്യൂ ഇല്ല. ഓക്കെ, ഈ ഒരു ലോ ഇന്നത്തെ ഡേ ലോ ആക്ച്വലി ഇന്നലത്തെ വെള്ളിയാഴ്ചത്തെ ഡേ ലോയുടെ താഴെയാണ് മൺഡേ ഡേ ലോ നിൽക്കുന്നതെങ്കിൽ പോലും ഇത് നമ്മളൊരു 50 മിനിറ്റ്സിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 50 മിനിറ്റ്സിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പ്രോപ്പറാണ് കൺസൾട്ടേഷൻ ആണ് അല്ലേ, പ്രോപ്പറായിട്ടൊരു കൺസൾട്ടേഷൻ ആണ് ചെയ്തിട്ടുള്ളത്. അപ്പം നാളെ നിങ്ങൾ ഈ ഒരു റേഞ്ചിൽ ട്രേഡ് എടുക്കണം എന്ന് ഞാൻ പറയുന്നില്ല. ഈ ഒരു റേഞ്ചിൽ, കാരണം ഈ റേഞ്ചിൽ നിങ്ങൾ ട്രേഡ് എടുത്താലും മൂവ്മെന്റ് ഇങ്ങനെയായിരിക്കും വരിക. നാളെ ഓപ്പൺ ആവും. ഓക്കെ, നാളെ ഓപ്പൺ ആവും നിഫ്റ്റി പിന്നെ മേളോട്ട് ഇങ്ങനെ ചെറിയ മൂവ്മെന്റ് വരും, പിന്നെ താഴോട്ട് തരും. ഓക്കെ, പിന്നെ മുകളിലോട്ട്, പിന്നെ താഴോട്ട്. ഈ ഒരു റേഞ്ചിലായിരിക്കും നിഫ്റ്റി മൂവ് ചെയ്യുക. അപ്പം ഈ ഒരു റേഞ്ചിൽ നിഫ്റ്റി മൂവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് പ്രീമിയം ഡീക്ക് ഒക്കെ അടിക്കാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഡേ ലോ, ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്താൽ ഇന്നത്തെ ഡേ ലോ ഇന്നത്തെ ഡേ ലോ നാളെ ബ്രേക്ക് ആണെങ്കിൽ ഈ ഒരു ഏരിയയിൽ ട്രേഡ് ചെയ്യാതിരിക്കുക. ഓക്കെ, നമുക്കിനി മുകളിലോട്ടൊരു ട്രേഡ് വരണമെങ്കിൽ നമ്മുടെ ഈ ഹൈ ബ്രേക്ക് ചെയ്യണം. ഓക്കെ, 25,000 എന്നുള്ള ഈ ഹൈ ബ്രേക്ക് ചെയ്താൽ 25,200, 20,300, 400, 500 എന്നുള്ള റേഞ്ച് മുകളിലോട്ട് കാണാൻ പറ്റും. പക്ഷെ നാളെ ഇങ്ങനെ ഒരു പ്രൈസ് ആക്ഷൻ ഇവിടെ നടത്തുകയാണെങ്കിൽ എന്നിട്ട് തിരിച്ച് ഇങ്ങനെ ഒരു പ്രൈസ് ആക്ഷൻ നമുക്ക് നാളെ കാണാൻ കഴിയുകയാണെങ്കിൽ ഈ സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസിൽ താഴോട്ട് ഒരു മൂവ്മെന്റ് കാണാൻ കഴിയുകയാണെങ്കിൽ നമുക്ക് ഒരു ബിയറിഷ് വ്യൂ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ഫസ്റ്റ് ടാർഗറ്റ് 24,557 ഒരു 400 പോയിന്റ് താഴോട്ടുള്ള മൂവ്മെന്റ് കാണാൻ കഴിയും. നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ കാണാൻ കഴിയും. പക്ഷെ ഇതിന്റെ താഴെ ക്ലോസ് ചെയ്യണം. ഈ ഏരിയയുടെ താഴെ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യണം. അല്ലെങ്കിൽ നാളെ തന്നെ ആണെങ്കിൽ ഒരു ഗ്യാപ്പ് ഡൗണിലോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഫ്ലാറ്റ് ഓപ്പണിങ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു പ്രൈസ് ആക്ഷൻ വരികയാണെങ്കിൽ താഴോട്ടുള്ള ഈ ഒരു മൂവ്മെന്റ് കാണാൻ കഴിയും. അപ്പം അറ്റ് പ്രസന്റ് ഞാൻ മുകളോട്ടുള്ള മൂവ്മെന്റ് കൺസിഡർ ചെയ്യുന്നില്ല. കാരണം മേ ബി ഈ ഒരു വീക്ക് നിഫ്റ്റി താഴോട്ട് വരാൻ ചെറിയൊരു ചാൻസ് ഉണ്ട്. നോട്ട് ബിയറിഷ്, നമ്മൾ പറയാം എന്താ പറയുക ഒരു പുൾ ബാക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ഹയർ ലോ ഉണ്ടാക്കാൻ ഒരു ചാൻസ് ഉണ്ട് നിഫ്റ്റിക്ക്. അപ്പോൾ അത് ജസ്റ്റ് മനസ്സിൽ വെക്കുക. നാളെ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ തന്നെ ചാടി ട്രേഡ് എടുക്കരുത്. ഈ ഒരു ഇന്നത്തെ ഡേ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ ചാടി ട്രേഡ് എടുക്കരുത്. കാരണം അങ്ങനെ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ബ്രേക്ക് ചെയ്തിട്ട് ഒരു മൂവ്മെന്റും കിട്ടത്തില്ല. ഇവിടുന്ന് തട്ടി പിന്നെ തിരിച്ച് താഴോട്ട് വരും നിഫ്റ്റി. അപ്പം ഇവിടുന്ന് ഒരു മൂവ്മെന്റ് എന്തായാലും ചെയ്യരുത്. ഈ ഒരു ഏരിയയിൽ ട്രേഡ് ചെയ്യരുത്. നോ ട്രേഡിംഗ് സോണായിട്ട് എടുക്കുക. എന്നിട്ട് ഇതിന്റെ മുകളിൽ നിഫ്റ്റി ഒരു പ്രോപ്പർ ക്ലോസിംഗ് തരികയാണെങ്കിൽ അവിടുന്ന് ട്രേഡ് ചെയ്യുക. അതാണ് നിഫ്റ്റിയുടെ നാളത്തെ വ്യൂ. ഓക്കെ, നിഫ്റ്റി നാളെ ടാർഗറ്റ് 24,557 ബിയറിഷ് ടാർഗറ്റ്. അതും നമ്മുടെ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തിട്ട് മാത്രം. ഓക്കെ, അപ്പം ബാങ്ക് നിഫ്റ്റി ആക്ച്വലി ഇന്ന് കുഴപ്പമില്ലായിരുന്നു. ഓക്കെ, ബാങ്ക് നിഫ്റ്റി ഇന്ന് ഒരു ബിയറിഷ് സെന്റിമെന്റ്സ് ഒന്നും അല്ലായിരുന്നു നിഫ്റ്റി ബാങ്ക്. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് അനാലിസിസ് ചെയ്യാൻ മന്തിൽ വെച്ചിട്ട് നോക്കാം. ബാങ്ക് നിഫ്റ്റി ഉണ്ടോ ലാസ്റ്റ് മന്തിന്റെ മുകളിലോട്ട് ഒരു
പുഷ് തരാനുള്ള ഒരു വ്യൂ ആണ് മന്ത്ലിയിലുള്ളത്. ഓക്കെ, മന്ത്ലിയിൽ നമുക്ക് ബിയർഷേഡ് ഒന്നും കാണുന്നില്ല. ഓക്കെ, ഫുള്ളി ഒരു ബുള്ളിഷ് ട്രെൻഡ് തന്നെയാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയുന്നത്. ഓക്കെ, ഈ ഒരു ഇതിൽ വരുമ്പോൾ, അതായത് വീക്കിലിയിൽ വരുമ്പോൾ, ഓക്കെ, ലാസ്റ്റ് വീക്കിന്റെ മുകളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, അതായത് ലാസ്റ്റ് വീക്കിന്റെ ഹൈയുടെ മുകളിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അതായത് വിക്കല്ല, ബോഡി ക്ലോസിന്റെ മുകളിലാണ് ഇപ്പോഴും വീക്കിലി നിൽക്കുന്നത്. ഡെയിലിയിലോട്ട് പോയി കഴിഞ്ഞാലും ഇന്ന് ബാങ്ക് നിഫ്റ്റി ഒന്ന് മുകളിലോട്ട് പോകാൻ നോക്കി, ബട്ട് നടന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ ഈ ഒരു ഏരിയ നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഈ ഒരു ഏരിയ ട്രേഡ് ചെയ്യുന്നത് ഇതൊരു സോണായിട്ട് എടുക്കണം. അതേപോലെ തന്നെ താഴോട്ടും ബാങ്ക് നിഫ്റ്റിക്ക് ഇത് ഓക്കെ. അപ്പം ഈ ഒരു ഏരിയയിൽ ട്രേഡ് ചെയ്യണ്ട ബാങ്ക് നിഫ്റ്റിനെ. ഓക്കെ, ഈ ഒരു ഏരിയയിൽ ട്രേഡ് ചെയ്യാതിരിക്കുന്നത് നല്ലത്. ഈ ഒരു ഏരിയയിൽ ഓക്കെ, നോ ട്രേഡിംഗ് സോൺ ആയിട്ട് എടുക്കാം. ബട്ട് ഇത് കഴിഞ്ഞ് ബാങ്ക് നിഫ്റ്റി മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് 55,917 ഇത് ബ്രേക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒരു പ്രൈസ് ആക്ഷൻ വേണം കേട്ടോ. അവിടെയും ബ്രേക്ക് ചെയ്തിട്ട് ഒരു സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് ഇങ്ങനെ പ്രൈസ് ആക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ബാങ്ക് നിഫ്റ്റിനെ മുകളിലോട്ട് ഇങ്ങനെ ഒരു ടാർഗറ്റ് മുകളിലോട്ട് കാണാൻ കഴിയും. അതേപോലെ തന്നെ ഈ ഒരു ഏരിയയിലോ ട്രേഡ് ഇല്ല, നമുക്ക് താഴോട്ട് വന്നിട്ട് തിരിച്ച് കയറാൻ ശ്രമിച്ചു, നടന്നില്ല, തിരിച്ച് ഇങ്ങനെ ഒരു പ്രൈസ് ആക്ഷൻ വരികയാണെങ്കിൽ നമുക്ക് ബാങ്ക് നിഫ്റ്റിക്ക് താഴെ ഇമ്മീഡിയറ്റ് ആയിട്ട് 54,791 എന്നൊരു ടാർഗറ്റ് നമുക്ക് താഴോട്ട് കാണാൻ കഴിയും. അപ്പം ബാങ്ക് നിഫ്റ്റിയുടെയും നമ്മുടെ വ്യൂ ഇതാണ്. ബാങ്ക് നിഫ്റ്റിയുടെ സ്റ്റിൽ ബുള്ളിഷ് വ്യൂ തന്നെയാണുള്ളത്. നിഫ്റ്റിക്കാണ് ചെറിയൊരു ബിയറിഷ് ഉള്ളത്. പക്ഷെ നിഫ്റ്റിയുടെ ഒരുപാട് ഇൻഡെക്സും ഒരുപാട് സ്റ്റോക്സ് ഒക്കെ പുൾ ബാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിഫ്റ്റി ഒരു കൺസോൾട്ടേഷൻ ആയിരിക്കും ചാൻസ് കൂടുതൽ. കാരണം ഇൻഡെക്സ് താഴോട്ട് ഇറങ്ങാൻ ശ്രമിച്ചാൽ പോലും നമ്മുടെ ഒരുപാട് സ്റ്റോക്സ് അതിന് സമ്മതിക്കുന്നില്ല. അപ്പം ആ ഒരു ഇത് മനസ്സിൽ വേണം നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ട്രേഡ് ചെയ്യുമ്പോൾ. ബാങ്ക് നിഫ്റ്റി ഇതിന് മുകളിൽ ഡേ ഹൈഡ് മുകളിൽ തന്നെ പോകണമെങ്കിൽ നമുക്ക് ട്രേഡ് ചെയ്യാം. നിഫ്റ്റി ഡേ ഹൈഡ് മുകളിലല്ല, 25,000 എന്നുള്ള ആ ഒരു മേജർ ലെവലിന്റെ മുകളിൽ പോകണമെങ്കിൽ ട്രേഡ് ചെയ്യാം. താഴോട്ട് ഞാൻ പറഞ്ഞ ആ റീഡിൽ ട്രേഡ് ചെയ്യാം. ഓക്കെ, എന്റെ ചെറിയ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ് മൈ ചാനൽ. താങ്ക് യു.